എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഭംഗിയുള്ള ചെടി കണ്ടില്ലേ, ഇതാണ് പ്രിൻസസ് വൈന്. മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതും ഇതിൻ്റെ ഭംഗി കണ്ടിട്ടായിരുന്നു. എനിക്ക് വന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഗൂഗിൾ നോക്കിയിട്ടും ഒക്കെ തന്നെയായിരുന്നു അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന് മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ, ഇഴജന്തുക്കൾ വരുമോ. അപ്പോൾ ഇന്നിതാ ഇവിടെ ഇതിൻ്റെ ഗാർഡനൊക്കെ നോക്കുന്ന അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ അതൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാവേ. വാ, ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. കട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടറിയാം, നല്ല ഡാർക്ക് കളറാണ്. ഇതിന് താഴേക്ക് പുതിയ വേരുകൾ വരുന്നതാണ് നല്ല പിങ്ക് കളറിൽ വരുന്നത്. അത് കണ്ടോ, അങ്ങോട്ടേക്ക് നോക്കി, നല്ല പിങ്ക് കളറിൽ. ഇതാണ് ഫൈസൽക്ക. ഫൈസൽക്കയും ഇവിടെ ഗാർഡൻ ടീമിലുള്ള ആളാണ്. നമുക്ക് ഫൈസൽക്കേൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഫൈസൽക്ക, ഈ ചെടികൾക്ക് മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ? ഇതിന് കാര്യമായ മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ എന്താ പറയുക, വളർത്തി നമ്മളിത് തൈ വെക്കുമ്പോൾ അതിൻ്റെ പ്ലാന്റ് വെക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് വളർന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കയറിപ്പോയിക്കോളും, നന്നായിട്ട് വളർന്ന്. അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഴജന്തുക്കൾ വരുമോ എന്നുള്ളത്. അത് ഏത് ഒരു വള്ളിച്ചെടി വെച്ചാലും ആദ്യം ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണ്, പൊതുവായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇഴജന്തുക്കൾ വരിക, പാമ്പ് വരുന്നുള്ളത്. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. പാമ്പുകൾ പിന്നെ തിന്നാൻ കിട്ടുന്ന ഏരിയയിൽ അത് വരും. അതിന് ഇങ്ങനത്തെ ഇതുമ്പോൾ വന്നോളന്നില്ല. നമുക്കിവിടെ ഒരു പാത്വേ ആയതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നമല്ല. അതുപോലെ ചെടിയുടെ ഇത് കണ്ടോ, ചെടിയാണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ഏരിയകളൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ശരിക്കും കർട്ടനൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഭംഗി തന്നെ അതാണ്. ഇപ്പൊ നമ്മള് ഇതാണോ ഇതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇങ്ങനെ അതുപോലെ നമുക്ക് ഒരു ശരിക്കും കർട്ടൻ്റെ രീതിയിലുള്ള ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും ചെയ്യാം. പിന്നെ ഇതിന് മെയിൻ ഇത് പറഞ്ഞാൽ ആ പിങ്ക് കളറാണ്. അതാണ് ഇതിന്റെ ഭംഗി. നമ്മൾ ഇതിന് വന്നിട്ട് അത് പുതുതായിട്ട് വരുമ്പോൾ ഉള്ള അതാണ് കട്ട് ചെയ്തിട്ട് വരുന്നത്. അതുപോലെ ഇതിന് എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. നമുക്കിത് ആ ഇലന്റെ പച്ചപ്പ് നിർത്താൻ ഇത്തിരി എന്തെങ്കിലും യൂറിയ എന്തെങ്കിലും കൊടുക്കുക, മഗ്നീഷ്യം യൂറിയ കൊടുക്കുക. പിന്നെ ഇതിന്റെ കളർ സ്വാഭാവികമാണ്, അതിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ ഇൻസെക്ട് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ അഫിഡോ വല്ല അല്ലെങ്കിൽ മീലിബഗ് പോലെ എന്തെങ്കിലുമൊക്കെ ഫയർമൊക്കെ വരുന്ന പോലെയുള്ള കാര്യങ്ങൾ വരും. അത് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഒന്നും വേണ്ട, നീം ഓയിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടീനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറച്ച് മുന്നേ അങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ ഗാർഡൻ ഷോപ്പുകളിലും തന്നെ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ധാരാളം വെക്കുന്നുണ്ടല്ലോ. അതെ, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ ചെടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ആമസോണിൽ നോക്കിയ സമയത്ത് 150 രൂപ 170 രൂപ ആ ഒരു രീതിയിലായിരുന്നു റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തണ്ടാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ട് ഇതിന്റെ തണ്ട് കൊണ്ടുപോകലുണ്ട്. ഇവിടെ നിലവിൽ ഇതിന്റെ സെയിൽ ഇല്ല കേട്ടോ. നമുക്ക് നഴ്സറി കാര്യങ്ങൾ ഇപ്പം വരുന്നില്ല.